നമ്മളിപ്പോഴും കാര്യമായ ഒരു പുരോഗതി നടക്കാത്തൊരു സ്ഥലമാണ് ചിക്കൻ കടകൾ. ചിക്കൻ കടകളിൽ നമ്മൾ അകത്ത് കയറിയ സാധനം കണ്ട് എടുക്കാത്തൊരു ഷോപ്പുകളിലൊന്നാണ് ഇപ്പോൾ ചിക്കൻ. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ സർക്കാർ അതിന് ചില ഗൈഡ് ലൈനൊക്കെ ഇറക്കിയിട്ടുണ്ടെങ്കിലും ഒരു ഫുഡ് സേഫ്റ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ, ഹൈജീൻ സ്റ്റാൻഡേർഡുകൾ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമുക്കൊക്കെ അറിയാവുന്ന പോലെ ചിക്കൻ മുറിച്ചിട്ട് ഇപ്പോൾ ഇടുന്നത് ഡ്രമ്മിലാണ്. ഈ ഡ്രമ്മ് അതിന് ചുറ്റിനും ബ്ലഡാണ്. ആ ബ്ലഡിനകത്തേക്കാണ് വീണ്ടും ഇടുന്നത്. അതവർ വൈകിട്ട് കഴുകുകയാണെങ്കിൽ പലരും കഴുകുകയില്ല. അപ്പോൾ കഴുകുകയാണെങ്കിൽ തന്നെ ശരിക്കും ആൻറ്റിസെപ്റ്റിക് ലായനി ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ആൻറ്റി മൈക്രോബയൽ ലായനി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകേണ്ടതാണ്. അത് കഴുകാതെ നമ്മൾ ഇടുന്നത് കൊണ്ട് അവിടെ മൈക്രോബയൽ ഗ്രോത്തിന് വളരെ സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെയാണ് ഈ ചിക്കൻ കട്ട് ചെയ്യുന്ന തടി. ഈ തടി തന്നെ പാടില്ലെന്നാണ് ശരിക്കും സർക്കാരിന് തന്നെ കഴിയില്ല. അതേപോലെ പുറത്തൊന്നും ആരും ഉപയോഗിക്കാത്തൊരു സാധനമാണ് തടി. അപ്പോൾ ഈ തടിക്കകത്ത് വെച്ച് കട്ട് ചെയ്യുമ്പം തടിയുടെ അകത്തൊക്കെ ഈ നമ്മുടെ ചിക്കൻ തന്നെ ഡെപ്പോസിറ്റഡ് ആവും. ചിക്കൻ പിന്നെ മൈക്രോബയൽ ഗ്രോത്തിന് വളരെ സാധ്യതയുള്ളൊരു സാധനമാണ്. അപ്പോൾ അത് നമ്മൾ പണ്ടൊന്നും നമ്മുടെ വീട്ടുകളിൽ ഇത് കറി വെക്കുമ്പം ഒരു 100 ഡിഗ്രിക്ക് മുകളിൽ 15 മിനിറ്റ് ബോയിൽ ചെയ്യുമ്പം ഇത്രയും എല്ലാ മൈക്രോബയലും ചത്തുപോകുമായിരുന്നു. ഇപ്പോൾ നമ്മൾ അൽഫാം, അതേപോലെ തന്നെ ഇവൻ ഷവർമ, നമ്മുടെ വീട്ടിലാണെങ്കിലും ഫ്രൈഡ് ചിക്കൻ, ഇതിനകത്തൊന്നും ഇങ്ങനെ ബോയിലിംഗ് നടക്കില്ല. അപ്പോൾ അതൊരു നല്ല റിസ്ക്കാണ്. നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്.